ഒരു കൊച്ചു സിംഗറാണ്, ബട്ട് ഒരു വലിയ സിംഗറാണ്. അഹമ്മദ് നജാദ്. നജാദ് ശരിക്കും സോങ്സ് പഠിക്കാതെയാണ് ഇത്ര അടിപൊളിയായിട്ട് പാടുന്നത്. ഭയങ്കര അതൊരു ഗോഡ് ഗിഫ്റ്റഡ് എന്നൊക്കെ പറയുന്നത് ലിറ്ററലി നമുക്ക് കൺമുന്നിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. इसे छू लूं जरा मर जाऊं या जी लूं जरा खुशियां चूम लूं. ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമില്ലേ? അങ്ങനെ ആരുടെയൊക്കെ കമന്റ്സ് വന്നിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? ഹനാൽക്കാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കണ കുറെ ടിപ്പ് തന്നിട്ടുണ്ട് എനിക്ക്. നല്ലൊരു ഈവനിങ്, മഴയൊക്കെ പെയ്ത് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കുന്ന നജാദ് ഏത് പാട്ട് പാടും? ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ മധുരമുള്ള വേദന കാലുമേലെ കാല് കേറ്റി സോഫയിലിരുന്നു. ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടീനെ നജാദ് നോക്കിയിട്ട് ഏത് പാട്ട് പാടും? അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ വന്നു നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അഴലിൻ്റെ ആഴങ്ങളിൽ. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഒരു ബ്ലെസ്ഡ് ബോൺ സ്കിൽഡ് ഒരു സിംഗറാണ്. നമ്മളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇദ്ദേഹത്തെ അറിയാം. ഒരു കൊച്ചു സിംഗറാണ്, ബട്ട് ഒരു വലിയ സിംഗറാണ്. സോ ലെറ്റ് മീ വെൽക്കം അഹമ്മദ് നജാദ്. ഹായ്, വെൽക്കം ടു ദ ഷോ. സോ ഇങ്ങനെ ഭയങ്കര വൈറലായി സോഷ്യൽ മീഡിയ മൊത്തം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നജാദിനെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ 9th ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? ക്ലാസ് കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു വൈറലായിട്ട് ഇപ്പോൾ 1 year കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഒരു സെലിബ്രിറ്റി, ഇപ്പോൾ ഒരു കൊച്ചു സെലിബ്രിറ്റി ആയിട്ടുണ്ടല്ലോ, ഈ സെലിബ്രിറ്റി ലൈഫൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സന്തോഷം, ഇടയ്ക്ക് പ്രോഗ്രാമിന് പോകുമ്പോൾ ഓരോ സന്തോഷങ്ങൾ കിട്ടുന്നുണ്ട്, മെമ്മറീസ് ഉണ്ടാവുന്നുണ്ട്. ഓരോരുത്തർ സെലിബ്രിറ്റീസ് തന്നെ എൻ്റെ പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഒരുപാട് സന്തോഷം. ഓക്കെ, നമുക്ക് എല്ലാ സന്തോഷങ്ങളും മെമ്മറീസിലേക്കൊക്കെ വരാം. അതിനു മുന്നേ നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നജാദിൻ്റെ ഒരു വൈറലായ ഒരു സോങ് കേൾക്കാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ റെഡിയാണോ പാടാൻ? താനാ ബാനാ താനാ ബാനാ बुनती हवा है बुनती हवा बूंदे भी तो आए नहीं बाज यहाँ है सागिश में शामिल सारा जहाँ है ये इल्तिजा है और पिया है और पिया और पिया है और पिया निरे रे ग ग ग म म प प प म ग रे सा सा रे रे सा ग ग रे म म ग प प म द द प ni ni द द प प ज प म द ni sa 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 sa. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നജാദിൻ്റെ വോയിസിൽ ഒരു ഇമോഷൻ ഉണ്ട്. സൗണ്ട് മാറ്റം സമയമായോണ്ട് ഒരു 15 വയസ്സായി ഇപ്പൊ, അതുകൊണ്ട് ബാസ് ഇങ്ങനെ കയറി വരാം. ഓക്കെ, ശ്വാസം പ്രശ്നമുണ്ട്, പിന്നെ അടയ. കറന്റ് കുട്ടിക്ക് ത്രോട്ടിനും കുറച്ച് അല്ലേ ഇറിറ്റേഷനൊക്കെ ഉണ്ട്. ബട്ട് അടിപൊളി. ഇങ്ങനെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ്സ് കിട്ടുന്നത് എന്തൊക്കെ കോംപ്ലിമെന്റ്സ് കിട്ടാറ്? ഫീല്, പിന്നെ വോയിസ്, അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ? സംഗതി കൂടുതലും ഫീലും
എല്ലാ റീലിലും കാണാൻ ഫീലും. നമുക്കിങ്ങനെ കൊള്ളും നജാദിന്റെ സോങ്സ് ഒക്കെ. ആക്ച്വലി എനിക്ക് കുറച്ച് ഫേവറേറ്റ് സോങ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ പാടിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ എല്ലാം ഞങ്ങൾക്ക് പാടി തരണം. ഇപ്പൊ കുഞ്ഞുനാൾ മുതലേ പാടുന്ന ഒരു കുട്ടിയായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വീട്ടിലിപ്പോ? നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ വീട്ടുകാർ പറയുമല്ലോ ചെറുതില്. എനിക്ക് ഓർമ്മ ഉണ്ട്, ഞാൻ പണ്ട് ഇപ്പൊ വീട്ടിൽ ഓരോരുത്തര് ഗസ്റ്റ് ആയിട്ട് വരുമല്ലോ, അപ്പൊ വീട്ടില് സ്പീക്കർ ഉണ്ടാവും, സ്പീക്കർ മൈക്ക്. അപ്പൊ മൈക്ക് കിട്ടിയാ പിന്നെ ഞാൻ ഫുള്ള് പാട്ടായിരിക്കും. അന്ന് ഭയങ്കര ഒരു നാണം ഉണ്ടായില്ല, ഫുള്ള് ധൈര്യമായിട്ട് പാടിയിരുന്നു. ഇവിടെ ചെറുതായിട്ട് എന്നാലും പാടും, അന്നത്തെ പോലെ അത്രക്കില്ല. ഇപ്പൊ എന്തിനാ നാണം? അപ്പൊ പേടി ചെറുതായിട്ട്, വല്ലാണ്ടില്ല. സ്റ്റേജ് ഫിയർ ഒക്കെ മാറി അതങ്ങനെ പ്രോഗ്രാംസിലൊക്കെ പോയി മാറി. എന്നാലും ചില സമയത്ത് ഉദ്ഘാടനത്തിനൊക്കെ മുമ്പ് ഇനാഗ്രേഷന് പോകും ഞാൻ ഇടയ്ക്ക്. അപ്പൊ എന്ത് പറയണം അങ്ങനെയുള്ള ഒരു പേടി. അത്ര പേടിയില്ല. ഇല്ല. ആ ഒരു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പബ്ലിക് ഇവന്റ് ഒക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് കുറെ ആൾക്കാരുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ, കുറെ ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഇതൊക്കെ യൂസ്ഡ് ആയിട്ടുണ്ടാവും, പക്ഷെ ആ ഫസ്റ്റത്തെ ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഇത്രക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല, എന്നാലും കിട്ടിയപ്പോ ഒരുമാതിരി ഷോക്കായ പോലെയായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വാപ്പ, ഞാൻ ഹനാൻകട ഒരു ക്യാമ്പിന് പോയിരുന്നു. അപ്പം അവിടെ നിന്നുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് നല്ല സപ്പോർട്ട് കിട്ടണം, എല്ലാവരും ഒച്ചെടുത്ത്. അപ്പോൾ എൻ്റെ വാപ്പ ഒപ്പം ഉണ്ടായി. വാപ്പയുടെ കണ്ണിൽ വെള്ളം വന്ന് കരഞ്ഞ് ചെറുതായിട്ട് ഭയങ്കര. അപ്പൊ അന്ന് എന്നുകൊണ്ട് എനിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടിയത്. അതിനുശേഷം പിന്നെ കോളേജ് പ്രോഗ്രാമൊക്കെ ഉണ്ടായി, അതിനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു ശരിക്കും ബോൺ സിംഗർ എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ നജാദിനെ പെടുത്താൻ പറ്റും. ഫാമിലിയിലും ഫുൾ പാട്ടുകാരാണ്. ഞാനിങ്ങനെ വന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചിരുന്നു, അപ്പം എല്ലാവരും പാട്ടുകാരാണ്. അപ്പം ആ ഒരു ഗിഫ്റ്റാണ് നജാദിനും കിട്ടിയിട്ടുള്ളതല്ലേ. ഫസ്റ്റ് വൈറലായത് മെഹബൂബ. വൈറൽ സ്റ്റാർ ആയതിനു ശേഷം സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു റിയാക്ഷനൊക്കെ എങ്ങനെയാണ്? ഞാൻ 7ാം ക്ലാസ്സിലാണ് വൈറലാവുന്നത് മെഹബൂബ. ആ സമയത്ത് ഞാനവിടെ പെരിഞ്ഞനം GOPS സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ആ സമയത്ത് നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് അവിടുത്തെ ടീച്ചർമാരും, എൻ്റെ പ്രത്യേകിച്ച് ക്ലാസ് ടീച്ചർ മൗറിൻ ടീച്ചറും പിന്നെ മഞ്ജു ടീച്ചറും പിന്നെ അഡ്മിനിസ്ട്രേറ്റർ, അത് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ കൂട്ടുകാരും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എന്നെ എന്ത് പറഞ്ഞാലും ഇപ്പോൾ വല്ല സ്കൂളിലുള്ള പ്രോഗ്രാം ഉണ്ട്, എപ്പോഴും എന്നെ വിളിക്കും പ്രേയറിന്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ ഞാൻ പോയി പ്രേയർ പാടും. അങ്ങനെയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പം ഞാൻ 8th സെൻറ്റ് ജോസഫ് സ്കൂൾ മാറി, അങ്ങോട്ട് മാറി. ഇപ്പൊ 8ാം ക്ലാസ് അവിടെ പഠിച്ച് 9ാം ക്ലാസ് ഇപ്പൊ അവിടെ കുറച്ച് സപ്പോർട്ടായി വരുന്നുണ്ട്. കലോത്സവത്തിനൊക്കെ. സ്റ്റാർ ആണോ സ്കൂളിലെ? അങ്ങനൊന്നുമില്ല, എന്നാലും പിള്ളേർക്ക് ഇങ്ങനെ ഇന്റർവെലിനൊക്കെ കാണാനൊക്കെ വരുമോ? മറ്റേടാ ആ ചെക്കൻ ഈ ക്ലാസ്സിലാടോന്നൊക്കെ പറഞ്ഞിട്ട് ജൂനിയേഴ്സ് ഒക്കെ വരാറുണ്ട്. എന്താ അവര് പറയാ? ഇന്നും കൂടി ഒരു 2 UP കുട്ടികൾ വന്നിട്ട് ചേട്ടനല്ലേ മറ്റേ ഇൻസ്റ്റയില് പാട്ടാണ്, അപ്പൊ പാട്ടൊക്കെ അടിപൊളിയുണ്ട് അങ്ങനെ പറയും. ഇടക്കിടക്ക് അങ്ങനെ ഓരോരുത്തർ വരാറുണ്ട് ഇന്റർവ്യൂവിലൊക്കെ. ഓക്കെ. പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടില്ലേ? അധികം അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല, കാരണം കേരളയിൽ അധികം ഞാൻ അങ്ങനെ വൈറലായിട്ടില്ല. ORP വൈറലായപ്പോ ഫുള്ള് ഹിന്ദിക്കാരാണോ? ഹിന്ദിക്കാരാണ്. അപ്പൊ ആ ORP പറഞ്ഞ പാട്ടിൽ തന്നെ എടുത്ത് നോക്കിയാൽ കാണാം കൂടുതൽ ഹിന്ദിക്കാരനാണ്. ഇപ്പൊ കേരളയിൽ ഇപ്പൊ അറിഞ്ഞു തുടങ്ങിയത് മറ്റേ ORP തന്നെ സ്റ്റേജിൽ പാടുന്നത് ചെറുപ്പുളശ്ശേരി. അങ്ങനെയാണ് കുറച്ചും കൂടി കേരളയിൽ അറിഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ മോന്റെ ഇൻസ്റ്റ പേജ് എടുത്ത് നോക്കുമ്പോൾ കുറേയൊക്കെ നമ്മളിങ്ങനെ പാടിയിടുന്നുണ്ടല്ലോ സോങ്സ് ഒക്കെ. ആ ഒരു പ്രിപ്പറേഷൻ എന്തൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ ഓരോ റീലൊക്കെ എടുക്കുമ്പോൾ? വീട്ടിലിരുന്ന് ഇടുന്ന റീൽസ് ഒക്കെ ഇപ്പൊ ചിലത് ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ഇടാറുള്ളത് ഫുള്ള് ട്രെൻഡ് സോങ്സ് ആണ്, ട്രെൻഡിൽ വരുന്ന സോങ്സ് ആണ്. അപ്പൊ ഇടുന്നത് എങ്ങനെയാ വെച്ചാൽ ലൈവായിട്ടാണ് എപ്പോഴും വീട്ടിൽ നിന്നിട്ട്. അതാണ് കൂടുതൽ റീച്ചും കയറിയിരിക്കുന്നത്. ഞാൻ മേലത്തെ റൂമിൽ പോവും, എന്നിട്ട് എൻ്റെ ഒരു സ്പീക്കർ ഉണ്ട്, ആ സ്പീക്കറിൽ കരോക്കെ വെക്കും. എന്നിട്ട് ഇക്കാണ് വീഡിയോ എടുത്തായിരുന്നു എല്ലാവരും. അപ്പോൾ ഇക്ക വീഡിയോ എടുക്കും, സ്പീക്കർ കുറച്ച് എടുത്ത് വെക്കും, ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യും എങ്ങനെ സൗണ്ട്, എൻ്റെ വോക്കൽ കൂടി കിടക്കുന്നുണ്ടോ, കരോക്കെ കൊടുക്കുന്നുണ്ടോ, അതൊക്കെ നോക്കിയിട്ട് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ആക്കിയിട്ട് ഫുള്ള് സെറ്റാക്കി. ഇപ്പോൾ പണ്ട് കുറച്ചാൾ മുന്നേയൊക്കെ എനിക്ക് വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ച് സിമ്പിളായിട്ടല്ല പെട്ടെന്ന് കഴിഞ്ഞിരുന്നു. ഇപ്പോഴായി പിന്നെ ഇങ്ങനെ സൗണ്ട് പിച്ച് മാറാ, വെള്ളി വീഴ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഇക്കാന്ന് വെച്ചാൽ പ്രാന്ത് പിടിക്കും കുറച്ച് കഴിഞ്ഞാൽ. കുറേ നേരം നിന്നിട്ട് വേഗം ആക്കിയത് അങ്ങനെയൊക്കെ പറഞ്ഞു ദേഷ്യം വരും. അപ്പൊ എനിക്കാകെ ടെൻഷനാകും. ഇപ്പോഴായി പിന്നെ അങ്ങനെ. കുറച്ചാൾ മുന്നേ വലിയ കുഴപ്പമുണ്ടായില്ല, ഇപ്പോഴായി പിന്നെ കുറച്ച്
കുറച്ച് ഓക്കെ. കുഴപ്പമില്ല. കുറേ പാട്ടുകൾ വൈറലാണ് മോൻ്റെ. അപ്പോൾ ഏതെടുത്ത് ചോദിക്കണം എന്ന് തന്നെ ആക്ച്വലി എനിക്ക് കൺഫ്യൂഷനാണ്. എന്നാലും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് കൺകൾ ഏതുവാണ്. അതൊന്ന് നമുക്ക് കേട്ടാലോ ലൈവായിട്ട്? அடி ஒவ்வொரு பொழுதும் உன அப்படி நான் ரசிச்சேன், உயிர் கொள்ளுது உனப்பு கண்மணியே. ஓ ஒரு 1000 வானவில்லே ஓ பூவிழி காட்டுதடி, அது சட்டுன்னு நீ மறைச்சா நான் என்ன செய்வேன் புள்ள. கண்கள் ஏதோ தேடு களவாடு நெஞ்சம் தானே பாட பரந்தோட ருத்து 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 ருது ருத்து ருத்து ருத்து. സൂപ്പർ. ഇതുകൊണ്ട് ഇങ്ങനെ കുറേ സോങ്സ് ഒക്കെ ഇടുമ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്, ഫോളോ ചെയ്യാറൊക്കെ ഉണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പം ഓൾറെഡി സിംഗർ ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പം ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമില്ലേ? അങ്ങനെ ആരുടെയൊക്കെ കമൻസ് വന്നിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? കുറെ പേര് വന്നിട്ടുണ്ട്. ഹനാൻക്കാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കണ. കുറെ ടിപ്പ് തന്നിട്ടുണ്ട് എനിക്ക്, കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, സൗണ്ട് കെയർ ചെയ്യേണ്ടത്. പിന്നെ സിത്താര ചേച്ചി. പിന്നെ കുറെ പേര് കമന്റ് ചെയ്യുന്നതുകൊണ്ട് കൊച്ചിന് ഓർമ്മയില്ല ആരൊക്കെയാ കമന്റ് ചെയ്തിരിക്കുന്നല്ലേ. എന്റെ ഇൻസ്റ്റയിൽ തന്നെ ഞാൻ കുറെ ഹൈലൈറ്റ്സിലാക്കി ഇട്ടിട്ടുണ്ട്. ഡോക്ടർ ക്രോമെന്റല്, അങ്ങനെ പറയണേ കുറെ ഉണ്ട്, ഓർമ്മ വരുന്നില്ല. ഇങ്ങനെ സ്റ്റേജ് ഷോക്കൊക്കെ പോകുമ്പോൾ എന്തായാലും നമ്മൾ കുറെ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടാവും പാടാൻ. പക്ഷേ ഓഡിയൻസ് പറയും ഇന്ന പാട്ട് പാട്, ഈ പാട്ട് പാടുന്ന കുറേ റിക്വസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് എവിടെ പോയാലും കിട്ടുന്നത് ഏത് പാട്ടിനാ? എന്തായാലും ഒരപ്പിയാണ്. മോന് പാടാൻ ഏറ്റവും ഇഷ്ടം ഏത് പാട്ടാ? എനിക്കിപ്പോ പറഞ്ഞാ ഞാൻ ഫസ്റ്റ് തന്നെ കേറുമ്പോ എനിക്ക് പാടാൻ തോന്നുന്ന പാട്ട് ജൂപ്പിറ്റർ. അത് പേഴ്സണൽ ഫേവറേറ്റ് ആണോ? അങ്ങനെയല്ല, എനിക്ക് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. എന്നാ എല്ലാ പാട്ടും ഇഷ്ടം. എനിക്ക് പിന്നെ നീ കവിതകളെ എന്ന് പറഞ്ഞ പാട്ട് ഇഷ്ടം. അത് പിന്നെ കഹാനിസിന് നല്ല പാട്ടാ. പിന്നെ വേറെ എൻ്റെ ലിസ്റ്റിൽ തന്നെ കുറെ പാട്ടുണ്ട്. അഭിമുജ് മേക്കാഹി ഞാൻ ആക്ച്വലി പാടിക്കണമെന്ന് വിചാരിച്ച ഒന്നൊരു പാട്ടാ. അതിന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉള്ളൊരു സോങ്. അതൊന്ന് പാടാം. അഭി മുझे में कहीं बाकी थोड़ी सी जिंदगी जगी धड़कन नहीं जाना जिंदा मैं तो अभी कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहा था मेरा, अब है सामने इसे छू लूं जरा, मर जाऊं या जी लूं जरा, खुशियाँ चूम लूं या ശരിക്കും ആ പറഞ്ഞോ. സൗണ്ട് ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കും. കുഴപ്പമില്ല, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. പക്ഷെ ഈ ഒരു പാട്ടിനൊരു വല്ലാതെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്നൊരു ഫീലാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ പാട്ടൊക്കെ തോന്നാറുണ്ട്. മോനിക്ക് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇപ്പൊ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മൈൻഡിൽ വരുന്ന പാട്ടുകളുണ്ടാവും? ജ്ഞാപകം അതല്ല, വർഷങ്ങൾക്ക് ശേഷത്തില്ലല്ലേ ആ പാട്ട്. എനിക്ക് എപ്പോ കേട്ടാലും എനിക്ക് എൻ്റെ മൂടങ്ങ് മാറും. ഭയങ്കര വിഷമില്ലാത്ത ആൾക്കാരെ വിഷമത്തിലാക്കുന്ന ഒരു പാട്ടാ. ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ സ്റ്റെപ്പ് കയറുന്ന സ്ഥലത്ത് ഫുള്ള് എക്കോണ്. ഫുള്ള് ഒരു വലിയ സ്ഥലമാണ്, റൂഫ് കുറച്ച് മേലേക്കാണ്. അവിടെ ഭയങ്കര എക്കോണ്. ഞാൻ അവിടെ നിന്നിട്ട് വെറുതെ ഇങ്ങനെ പാടും. മേലെയൊക്കെ പോയിട്ട് വെറുതെ അങ്ങനെ നടന്നിങ്ങനെ പാടും. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പാടി നടക്കും. ഈ പാട്ടോ? ഈ പാട്ടും വേറെ കുറെ പാട്ടുകൾ, ഇങ്ങനത്തെ കുറെ ഹൈപ്പിച്ചുള്ള പാട്ടുകൾ.
ഇങ്ങനെ കുറേ കമൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മെസ്സേജ് കുറേ ഫാൻസ് ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെ മെസ്സേജ് ഒക്കെ വരാറ്? മെസ്സേജ് എന്ന് പറയുമ്പോൾ പാട്ട് സൂപ്പറാണ്, പിന്നെ ഫോളോ ചെയ്യോ. ആ ഒരു ചോദ്യം മസ്റ്റാ. അതെ, അപ്പൊ എല്ലാരും ചോദിക്കും ഫോളോ ചെയ്യും. അപ്പൊ തന്നെ ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട് എല്ലാരും. ചെയ്യാറുണ്ട്. ചിലവരെ കാണൂല, കുറച്ച് പണിയാണ്. പിന്നെ കൊറേ മെസ്സേജസ് വരുമ്പോ അത് ചിലത് റിപ്പോർട്ടായി പോവും. ഓൾ റിക്വസ്റ്റസിൽ വരുമ്പോ പിന്നെ പ്രൈമറി ജനറൽ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. എല്ലാവരും വരുമ്പോ റിപ്ലൈ കൊടുക്കാറുണ്ട്. നമ്മളിപ്പോ കുറച്ച് ഇങ്ങനത്തെ ഒരു ലെവൽ ഓഫ് സോങ്സ് അല്ലേ പാടിയ, ഇനി ഒരു അടിച്ചുപൊളി പാട്ട് പാടാൻ പറഞ്ഞതായിരിക്കും പാടാം. ഞാൻ ഇപ്പൊ പാടാറുള്ളത് ഇലുമിനാറ്റി, അങ്ങനത്തെ ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഞാൻ അങ്ങനെ പാടാറില്ല. ഫാസ്റ്റ് നമ്പർ ഇലുമിനാറ്റിയും പിന്നെ നാടൻ വൈബ് എന്ന് പറഞ്ഞു. അതിലേതെങ്കിലും ഇലുമിനാറ്റി പാടി. ഇലുമിനാറ്റി മതി. ഉലകിതിലാരോടും തോൽക്കാവീരൻ, കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ, മടിയിൽ പാലൂട്ടും സ്നേഹം നീയേ, മറഞ്ഞു താരാട്ടാതെന്തേ, കരയാൻ കണ്ണീരില്ല കണ്ണീരും നാരും പോരണ്ട, എരിയും മൂന്നാം കണ്ണീൻ കോപം കൊള്ളും സംഹാരമൂർത്തി, മരണം പടിവാതിൽ കടന്നിടാൻ മടിക്കും, ബോംബെ നഗരം ഇവൻ വരുന്ന ദിനം സ്വപ്നം കാണും. താനാനന 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 താനാനന. ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി, ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി. സൂപ്പർ, അടിപൊളി. കൂടുതൽ ഇഷ്ടം ഇങ്ങനെ മെലഡി, കുറച്ച് മെല്ലെ സ്ലോ ഇത് പാടാനാണല്ലേ കൂടുതൽ ഇഷ്ടം? ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നതും നജാദിൻ്റെ അടുത്ത് നിന്ന് അങ്ങനത്തെ സോങ്സ് കേൾക്കാനാണ്. ഓക്കെ, ഇങ്ങനെ ഇൻസ്പയർ ചെയ്ത് ഏതെങ്കിലും സിംഗർ ഉണ്ടോ? ലൈക്ക് ഇന്ന ആളുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഈ ഒരു സിംഗറിനെ എനിക്ക് നേരിട്ട് കാണണം, അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു സിംഗർ എന്ന് പറയുമ്പോ അത് കണ്ടു. പിന്നെ അനുജേനെ എനിക്ക് ഇഷ്ടം. അനുജേന്റെ പാട്ട് എപ്പോഴും കേൾക്കും. എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ ഞാൻ ജൂക്ക് ബോക്സ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിരുന്ന് കേൾക്കും. പിന്നെ അർജിത് സിംഗിന്റെ സോങ്സ്, സിദ് ശ്രീറാമിന്റെ സോങ്സ്, ഈ 3 പാട്ട് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ഏത് സിംഗറാ? അർജിത് സിംഗ് ഞാൻ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഹിന്ദി സോങ്സ് എനിക്ക് അർജിത് സിംഗിന്റെ കൂടുതൽ ഇഷ്ടം. പിന്നെ അനുജയിന്റെ പാട്ടുകൾ ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടുകൾ. പിന്നെ സിദ് ശ്രീറാമിന്റെ പാട്ടുകൾ. അതെ, സിദ് ശ്രീറാമിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ തമിഴ് അടിപൊളി പാട്ടുകളാണ് എല്ലാം. അതെ, ഏകദേശം ഒരു 50 ഹിറ്റ് പാട്ടുകളാണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാം കേൾക്കാറുണ്ട്. കൂടുതലും പാടാൻ ഇഷ്ടം ഹിന്ദി സോങ്സും തമിഴ് സോങ്സും ആണ് കൂടുതലും കംഫർട്ടബിൾ പാടാൻ. ഇപ്പോൾ അർജിത് സിംഗിന്റെ ഫാനാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും ആ ഫാൻ്റെ അടുത്ത് നിന്ന് അർജിത് സിംഗിന്റെ ഒരു പാട്ട് കേൾക്കാതെ പോവാൻ നമുക്ക് പറ്റില്ല. समझ में सकूं सवेरों का मेरे के सूरज लागे, तू मेरा कोई ना हो के भी कुछ लागे, तू मेरा कोई ना हो के भी कुछ लागे, तू मेरा कोई ना हो के भी कुछ लागे. अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया. സൂപ്പർ. എന്തായാലും നജാദ് ഒരു സിംഗറാണ്. അപ്പോൾ ഒരു ചെറിയൊരു ടാസ്ക് ഞാൻ തരാം. പാട്ട് റിലേറ്റഡ് ടാസ്കാ, പേടിക്കണ്ട. അല്ലാണ്ട് നമുക്ക് സിംഗറിനെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ തരാം. അപ്പം ആ ഒരു സമയത്ത് നജാദ് ഏത് പാട്ട് പാടും എന്നുള്ളത് ഒരു 2-3 വരെ നമുക്ക് പാടിത്തരണം. ഓക്കെ? ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ ഒരു പാട്ട്.
ഇതെന്താവോ നെഞ്ചിൽ സൂചി കൊണ്ട പോലെ എന്താവോ പിന്നെ തെക്കിനിഞ്ഞ പോലെ എന്താവോ കാണാത്ത ലോകത്ത് ചെന്ന പോലെ കൈവിട്ട് താഴത്ത് വീണ പോലെ കാണാത്ത ലോകത്ത് ചെന്ന പോലെ കൈവിട്ട് താഴത്ത് വീണ പോലെ ഇതെന്താവോ ഇതെന്താവോ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, നല്ലൊരു ഈവനിങ്, മഴയൊക്കെ പെയ്ത് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കുന്ന നജാദ് ഏത് പാട്ട് പാടും? ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാനൊരു മധുരമുള്ള വേദന. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാനൊരു മധുരമുള്ള വേദന. കാല് മേലെ കാല് കയറ്റി സോഫയിലിരുന്നു നീ, കാല് മേലെ കാല് കയറ്റി സോഫയിലിരുന്നു നീ, മേനിയാകെ കോളു കയറ്റി ഒരേറെ നോട്ടം കൊണ്ടിന്നലെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാനൊരു മധുരമുള്ള വേദനേ. സൂപ്പർ. അടുത്ത സിറ്റുവേഷൻ തരാം. ഒരു ഈവനിങ് കടപ്പുറത്ത് പോയി നജാദ് നിൽക്കുന്നു, തിരമാലകളെ നോക്കിയിട്ട് ഇങ്ങനെ പഴയ മെമ്മറീസ് ഒക്കെ അയവിറക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഏത് പാട്ട് പാടും? ഈ മലർക്കാലം കിനാപ്പൂക്കൾ കടം കേട്ടോ, മഴക്കാലം കടൽ കാറ്റിൻ സ്വരം തന്നു, ഇതളാർന്ന മാരിവില്ലിൻ ചിരി വീണ ചുണ്ടിലുണ്ടോ ഒരു സാന്ത്യഗീതമൗനം എൻ സ്നേഹസാധകം. സാഹബ 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 നേതുമേ കദൂദു കാത്തുമേ പൂ സാഹബ ഇന്നോതുലോലഗാനം പാടി പൂ. ഈ സാഹിബക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടല്ലേ. ഞാൻ ഇങ്ങനെ ആ റീലിന്റെ കമന്റ്സിൽ മൊത്തം സാഹിബാന്ന് ആ വിളിക്ക് ഭയങ്കര ഫാൻസാ. അത് നേരിട്ട് കേട്ടപ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്തു. ഓക്കെ, അടുത്ത സിറ്റുവേഷൻ തരാം. അതായത് ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടീനെ നജാദ് നോക്കിയിട്ട് ഏത് പാട്ട് പാടും? റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടല്ലേ? റൊമാൻറ്റിക്. ആ, അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. എടാ, ഒരു കുട്ടി നോക്കി പ്രണയത്തില് പാടാൻ പറഞ്ഞു, നീ വിരഹത്തിലാ പാടിയത്. കുഴപ്പമില്ല, ജസ്റ്റ് പറഞ്ഞ.
നിനക്ക് ഇഷ്ടമുള്ള പാടാട്ടോ, എൻ്റെ ഇഷ്ടമാണ്, മോൻ്റെ ഇഷ്ടം, മോനിക്ക് ഇഷ്ടമുള്ള പഠിക്കാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, അടുത്തത് 2 കൂടെ ഉണ്ട്. വളരെ വിഷമത്തിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. நான் துடித்தினேன், ஞாபகம் மோதுதே, மனம் ஏங்குதே, வாராமல் தாராமல் மனம் எங்கோ போகுதே, வாராமல் தாராமல் மனம் எங்கோ போகுதே, ஞாபகம் மோதுதே, மனம் ஏங்குதே, ஞாபகம் வருகுதே, உள் தவிக்குதே. സൂപ്പർ. ടയർഡായോ? ഓക്കെ, ലാസ്റ്റ് ടാസ്ക്. നജാദിൻ്റെ ഫാൻസിന്, അല്ലെങ്കിൽ ഫാൻസ് എന്ന് പറയണ്ട, നജാദിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടൊരു സോങ്. സ്നേഹിക്കുന്ന സോങ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് ഇഷ്ടമുള്ള പാട്ട്. ഓക്കെ. ഓ കൺകൾ രണ്ടും നീരില് மீனை போல வாழுதே, கடவுளும் பெண்ணிதயம் இருக்குதாட இல்லை. ஓ நானும் இங்கே வழியிலே, நீயும் அங்கோ சிரிப்பிலே, காற்றில் எங்கும் தேடினேன், பேசி போன வார்த்தை இது நியாயமா, மனம் தாங்குமா, என் ஆசைகள் அது பாவமா, கனவு கனவு கலைவதேனோ, கரங்கள் ரணமாய் கரைவதேனோ, நினைவ நினைவ அறைவதேனோ, எனது உலகம் ഉദൈവദേനോ. ഓക്കെ, കൂടുതലും സാഡ് സോങ്സ് ആണ് ഇഷ്ടം. കൂടുതൽ പറഞ്ഞത് സാഡ് സോങ്സ് ആണ്. ഇപ്പൊ പറഞ്ഞാൽ കണ്ണീര് കണ്ണീരില്, എന്നോട് നീ ഇരുന്നാൽ, ഇതൊക്കെ ശ്രീരാമിന്റെ പാട്ടാണ്. ഇപ്പം എൻ്റെ ഫ്യൂച്ചർ ഇപ്പോൾ ഒരു ഡ്രീമൊക്കെ ഉണ്ടാവില്ല, ഇപ്പോൾ ഒരു സിംഗർ, പ്ലേബാക്ക് സിംഗർ ആയിട്ട് പോകണം എന്നാണോ ആഗ്രഹം? അതല്ലാണ്ട് വേറെ എന്തെങ്കിലും പാഷൻ? സിംഗർ ആണെന്നുണ്ട്. പിന്നെ എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടം, ഞാൻ കളിക്കും. അങ്ങനെ ഫുട്ബോൾ പ്ലെയർ ആണെന്ന് ആഗ്രഹമുണ്ട്. ഫുട്ബോൾ ആരും ഇഷ്ടം? ഫുട്ബോളിൽ ഏത് ടീമാ? മെസ്സിന് ഇഷ്ടം. ഓക്കെ, മെസ്സി ഫാനാണ്. ഓക്കെ, ഇപ്പം പ്ലേബാക്ക് സിംഗർ ആയിട്ട് പോവാനും ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിദ്ധിൻ്റെ കുറേ സോങ്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അതിൽ എല്ലാ സോങ്ങും എനിക്കും ഇഷ്ടമാണ്, എന്നാലും ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്നോട് നീ ഇരുന്നാലാണ്. അതും മോൻ പാടി റീലിട്ട് കുറേ ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്തൊരു സോങ്ങാണ്. അതൊന്ന് പാടാം. എന്നോട് നീറുതാൽ ഉയിരോട് നാനുരിപ്പേൻ, എന്നോട് നീറുതാൽ உயிரோடு நான் இருப்பேன், என்னை நான் யாரென்று சொன்னாலும் புரியாத என் காதல் நீ என்று யாது தெரியாத, நீ கேட்டால் உலகத்தை நான் வாங்கி தருவேனே, நீ இல்ல உலகத்தில் நான் வாழ மாட்டேனே, என்னோடு நீ இருந்தா. സൂപ്പർ. ഞാൻ ആക്ച്വലി ചോദിക്കാൻ മറന്നുപോയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചോദിക്കാനല്ല, ആക്ച്വലി മെൻഷൻ ചെയ്യാനാണ്. നജാദ് ശരിക്കും സോങ്സ് പഠിക്കാതെയാണ് ഇത്ര അടിപൊളിയായിട്ട് പാടുന്നത്. അത് ഞാൻ വന്ന സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു, മോൻ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ
അപ്പോൾ അവൻ പറഞ്ഞു പഠിച്ചിട്ടില്ല, ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ക്ലാസ് ആൾ പോയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര അതൊരു ഗോഡ് ഗിഫ്റ്റഡ് എന്നൊക്കെ പറയുന്നത് ലിറ്ററലി നമുക്ക് കൺമുന്നിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്നെ വെച്ചാൽ. ഞാൻ ഷോക്കായി പോയി. ഈ ഒരു ബേസ് എനിക്ക് തോന്നുന്നു പാരൻസിൻ്റെയും ആ ഒരു പാരമ്പര്യമായിരിക്കാം, ബട്ട് അത് ഭയങ്കര അടിപൊളിയാണ്. അത് ആക്ച്വലി അത് മെൻഷൻ ചെയ്യാൻ ഞാൻ വന്നത് മറന്നുപോയി. അപ്പോൾ ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് എനിക്ക്. ഇപ്പോൾ എന്തായാലും ഭയങ്കര അടിപൊളി സെലിബ്രിറ്റി സിംഗർ എല്ലാം ആണ്. അപ്പോൾ അഫ്കോഴ്സ് ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ സ്കൂളിലൊക്കെ? എന്തോ ഗേൾസ് ഫാൻസിൻ്റെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് നജാദിൻ്റെ ഫാൻസ്? അവർക്ക് ഭയങ്കര കാണുമ്പോൾ തന്നെ ഇങ്ങനെ കോളേജിലൊക്കെ കൂടുതൽ ഗേൾസ് തന്നെയാണ്. ബോയ്സ് ഒക്കെ കുറച്ച് ബാക്കിലായിരിക്കും. ബോയ്സും ഉണ്ട്, ബോയ്സ് ഇല്ലാന്ന് അറിയില്ല. എൻ്റെ കൂട്ടുകാരും പിന്നെ വേറെ അറിയുന്നവരൊക്കെ കുറേ പേരുണ്ട്. എന്നാലും ഗേൾസും കൊണ്ട് കുറച്ച് കൂടുതൽ. ഓക്കെ. അപ്പൊ കമന്റ്സും അതെ. പിന്നെ സ്കൂളിൽ കുറച്ച് പേര് ചിലരിങ്ങനെ കാണാൻ ഇങ്ങനെ വരും പാട്ടുകാരനല്ലേ വെച്ചിട്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും അവർക്ക്. ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ ആവാൻ പറ്റിയില്ല. ഓക്കെ. ഇതെനിക്ക് തോന്നുന്നു ഇതൊരു സ്റ്റാർട്ടിങ് ആണ്, ഇനി കുറേ മൈൽസ് ടു ഗോ എന്നൊക്കെ പറയുന്നത് അല്ലേ? ഓക്കെ. ഇപ്പം എന്തായാലും ട്രെൻഡിങ് സോങ്സ് ആണ് മോൻ കൂടുതലും റീൽ ചെയ്ത് ഇൻസ്റ്റയിലേക്ക് ഇടാറ്. അപ്പം ഇപ്പം നമ്മുടെ ഇൻസ്റ്റയിൽ ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്, ഏതാത്? അതെ, അതെന്തായാലും നമുക്ക് പാടിക്കാതെ വിടാൻ പറ്റില്ല ഈ ഒരു സമയത്ത്. ഓക്കെ. பக்கம் போன வேலை தேடமில்ல மூச்சத்தில் என் தலைக்கும் ஏறவில்லை, பேரை கேட்க தோணவில்லை, திக்கு மனமே போட்ட திட்டமா பாதம் தாழும் போன என் வாழ்வே வேரோடு நீ பேச லைட்ட ஆசை கூட வாசம் வீசும் காத்த தேட ஆழும் கூடிட மேகம் தூவிட நீ பேச லைட்ட ஆசை கூட வாசம் வீசும் தேட மேகம் சாந்திட தேகம் சேர்ந்திட. ഓക്കെ. ഇപ്പം നമ്മുടെ ട്രെൻഡ് സെറ്ററായിട്ട് ഈ ഒരു സോങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പാടിപ്പിക്കാതെ വിടാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഒരു സെഷൻ വൈൻഡപ്പിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കാതെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. എനിക്ക് ആക്ച്വലി പേഴ്സണൽ ഫേവറേറ്റ് എനിക്ക് ഈ പാട്ട് ഇറങ്ങിയ സമയം മുതൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് അമ്പിളിയിൽ ആരാധിക. എനിക്ക് 2 ഡോഗ്സ് ഉണ്ട്. ആണോ? എന്നോട് ആര് ചോദിച്ചാൽ ഫസ്റ്റ് പാടാം. എന്റെ പാട്ട് കേൾക്കാത്തവരുട്ടാ. എനിക്ക് പാടാനൊരു ഒരു ഓളുണ്ട്. എനിക്കും അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാനും കുറേ പാടുന്ന കുട്ടികളൊക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ ഫൈനലി അവരെ കൊണ്ട് എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഞാൻ ഇതെന്നെ പാടിപ്പിക്കും. അപ്പോൾ എന്തായാലും അത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സോങ്ങാണ്. സോ എനിക്ക് വേണ്ടി ദിസ് ഈസ് ഫോർ മീ. ഓക്കെ. പിടയുന്നോരെൻ്റെ ജീവന് കിനാവോ തന്ന കൺമണി നീയില്ലെങ്കിലെന്നിലെ പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത മാറി കിടാതെ കാത്ത പുഞ്ചിരി നീന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി മനം പകുത്തു നൽകിടാ കുറുമ്പു കൊണ്ടു മൂടിടാ അടുത്തു വന്നിടാം കൊതിച്ചു നിന്നിടാം വിരൽ കൊരുത്തിടാം സ്വയം മറന്നിടാം ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നും ഇന്നും ഒരു പുഴയാൻ ആരാധികേ മഞ്ഞുതിരും വഴിയരികെ നാളേറെയായി കാത്തു നിന്നു മിഴി നിറയേ. താങ്ക് യു. അപ്പോൾ
അഹമ്മദ് നജാദ്. സോ എല്ലാവിധ ആശംസകളും നേരുന്നു. പാട്ടുകളൊക്കെ വളരെ ഗംഭീരമാണ്. ഇനിയും അതുപോലെ ഗംഭീരമായിട്ട് പാട്ടുകൾ പാടാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ. ബൈ.